ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് രാവിലെ മുതൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പടച്ചമ്പലാനെ, ഞാനിന്നിപ്പോൾ എന്താ വീഡിയോ ഇടാന്ന്, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണ്ടേ വീഡിയോ ഇടാൻ. ഇന്നിപ്പോൾ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്താ ഇപ്പോൾ പിടിച്ച് വീഡിയോയിൽ ഇടുകയെന്ന് വിചാരിച്ച് ആലോചിച്ചിരുന്നിരുന്ന് സമയം ഇതാ വൈകുന്നേരം 4 മണി ആയിക്കണ്. അങ്ങനെ ഇതാ നമ്മളെ മുറ്റത്തുനിന്ന് ഈ ടാങ്ക് ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. ഇത് അപ്പുറത്തേക്കോ മാറ്റി, എന്തായാലും മഴ നനയും, പെരൻ്റെ ഉള്ളിക്കറ്റ കയറ്റിയേക്കാനും വയ്യ. അപ്പോൾ ഈ ഒരു സംഗതി ഇങ്ങോട്ട് ഉണങ്ങട്ടെ വിചാരിച്ചാണ്ടാണ് മുറ്റത്ത് നിർത്തിയത്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ കിടത്തി വെച്ചത് വാട്ടർ പ്രൂഫ് അടിച്ചാണ്ട് അങ്ങനെ വെച്ചതാണ്. താട്ടം പെയിൻ്റ് അടിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഓന് ഒഴിവുള്ള ദിവസം കേട്ടോ. അങ്ങനെ ഇതാ കോഴിക്കളൊക്കെ വിട്ട് ഇത് വൈകുന്നേരം വീഡിയോ എടുക്കണതാണ് കേട്ടോ. രാവിലെ മുതൽ ആലോചിക്കൽ തുടങ്ങി എന്താ ഇപ്പോൾ വീഡിയോ എടുക്കലേ വിചാരിച്ചാണ്ട്. അങ്ങനെ ഏതായാലും വേണ്ടില്ല, സൂര്യമോളെ തലയിലൊക്കെ കുറച്ച് നേരം നോക്കി കൊടുത്തു. സൂര്യമോള് പിന്നെ അംഗൻവാടിക്കാട്ടോ പോകണം. അംഗൻവാടിക്ക് പോയാലും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കല്ലേ, കുട്ടികളെ തലയും മുടിയൊക്കെ ഒന്ന് ചീകി പാനും ഈരൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ഇതാക്കണ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിന്നതേന്നു. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം 4 മണിയായപ്പോൾ അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നിനും അല്ല, ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ വിചാരിച്ചാണ്ട്. കുറച്ച് ആട്ടപ്പൊടി ഉണ്ട് അവിടെ, മൈദ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പറഞ്ഞു. ശർക്കര ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പറഞ്ഞു. പിന്നെ ഇപ്പം എന്താ ഇപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് കുറേ ആലോചിച്ചാണ്ട് ഏതായാലും ഒന്നുമേലും ഇങ്ങോട്ട് തീരുമാനം എടുത്തേക്കണം. വൈകുന്നേരത്ത് എന്തെങ്കിലും മഴയൊക്കെ പെയ്യുമ്പോൾ എന്തെങ്കിലും കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നിരിക്കണ്ടേ. അതിന് ബേക്കറി ആണെങ്കിൽ അതുമില്ല, അതും കഴിഞ്ഞിരിക്കണം. എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. ഒരു ലൈറ്റർ എടുത്ത് വിളക്കുമ്പോൾ കത്തിക്കാൻ നോക്കിയപ്പോൾ സംഗതി കത്തണമില്ല. അതിൽ ഞാൻ അമ്മനോട് ചോദിച്ചു കേട്ടോ, അല്ല അമ്മ അതെന്താ കത്താത്ത, ഇത് പഴയ ലൈറ്ററാണ് കാരണം. അവിടെ 2 എണ്ണം ഉണ്ട്, അതിൽ വേറെ ഒന്നുണ്ടാവും, അതെടുത്തു പറഞ്ഞു. അങ്ങനെ അതാ രണ്ടാമത്തെ ലൈറ്റർ ഇങ്ങോട്ട് എടുത്ത് സംഗതി വിളക്കങ്ങോട്ട് കത്തിച്ച് വെച്ചാണ്. ആദ്യം നമുക്ക് എന്ത് വേണം അറിയാം, ആദ്യം പുക ഇടണം. അപ്പോൾ ഈ കൊതുക് കടിക്കാതൊക്കെ ഉള്ള കൊതുക് തിരി ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ട്. അത് വല്ലാണ്ട് അങ്ങോട്ട് മണപ്പിച്ചാൽ ശരിയാവില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അത് കയ്യുമ്മലാവണത് വലിയ ശരിയൊന്നുമല്ല. അതുകൊണ്ട് എന്ത് ഒരു പ്രയാസമില്ലാതെ അടക്കത്തോടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് അമ്മ പറഞ്ഞു, അടക്കത്തോടോ അല്ലെങ്കിൽ ചകിരി ഉണ്ടല്ലോ, ചകിരിയൊക്കെ എടുത്താണ്ട് പുകയിപ്പിച്ചളാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ഞാൻ അതിങ്ങോട്ട് പോയി കൊണ്ടുവരാൻ വേണ്ടി നിൽക്കാണ്ട്. അതാകുമ്പോൾ പിന്നെ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. ചകിരീൻ്റെ പുകയും അതുപോലെ അടക്കേൻ്റെ തൊലി ഉണ്ടല്ലോ, അടക്ക തൊലി, അത് ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അതിങ്ങോട്ട് പുകയിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് അത് പോയി എടുത്തുകൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കുഞ്ഞടുക്കളയാണത്. അപ്പോൾ കുഞ്ഞടുക്കളയിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ആ അടുക്കളയിലുണ്ട് കേട്ടോ. പാത്രം വെക്കാനുള്ള സ്റ്റാൻഡുണ്ട്, കുപ്പിയും കയ്യിലും വെക്കാനുള്ള സ്റ്റാൻഡുണ്ട്. പിന്നെ കുഴപ്പമില്ല. അത് താട്ടൻ്റെ അമ്മ ഒരു ദിവസം കെട്ടിയതായിരുന്നു കേട്ടോ. അച്ഛനായിരുന്നു ഇതുപോലത്തെ ഓരോ കുഞ്ഞു പെരകളൊക്കെ കെട്ടണ ആൾ. അപ്പോൾ അച്ഛന് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ താട്ടനെയാണ് അത് കഴിഞ്ഞെല്ലാം കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കെട്ടണം എന്നൊക്കെ കരുതിയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു തൂൺകാലിനൊന്നും വലിയ കുഴപ്പമില്ല, അപ്പോൾ ചോരണമില്ല കേട്ടോ മഴ പെയ്യുമ്പോൾ, അപ്പോൾ കെട്ടൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണു അതാ ഒരു കവണയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കണം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതിലാണ് രാവിലെ പൈപ്പിൽ വെള്ളം വന്നേന്നു, പക്ഷെ അമ്മക്ക് വെള്ളം കിട്ടിയില്ല. രാവിലെ എടുത്തേക്കണം എന്ന് കരുതിയാണ്ട് പിന്നെ എടുത്തേക്കാൻ അപ്പോൾ കുറച്ച് നേരം അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ വെള്ളം നിന്നു, അതുകൊണ്ട് നമുക്ക് വെള്ളം എടുത്താൽ കഴിഞ്ഞില്ല. അതിൽ ആ ഒരു സമയത്ത് ഞാൻ വെറുതെ പോയി തുറന്നപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ വെള്ളം ഉണ്ട്, ഇനി ഈ വരുന്ന വെള്ളം കളയേണ്ടത് നമുക്ക് പിടിച്ചേക്കാറുണ്ട് കേട്ടോ, പുളിമുറിയൊക്കെ ആക്കിയേക്കാറുണ്ട്. അങ്ങനെ അതാ ദീപം പോലെ കൊണ്ടുവരുന്ന ഞാൻ പുകയിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു കുടുക്കയിൽ, ആ കുടുക്ക ആ അരുവിലാണ്ട് വെക്കും. അത് ഞാൻ വെക്കുമ്പോൾ തന്നെ കുട്ടികളോട് ഞാൻ പറയും ശ്രദ്ധിക്കണം കേട്ടോ, അത് അതിന്മേൽ ചെന്ന് തൊടരുത് കേട്ടോ എന്ന് ഞാൻ പറയലുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് അവിടെ വെക്കുകയുള്ളൂ. ഏതായാലും ഞാൻ എന്താ ഉണ്ടാക്കണതെന്നും കൂടെ പറയാം. അപ്പോൾ ഞാൻ ഉള്ളി ഉണ്ടോ നോക്കിയിട്ടോ, വല്യുള്ളി അവിടെ ഉണ്ടോ നോക്കിയപ്പോൾ വല്യുള്ളിയൊക്കെ ഉണ്ട്. ഒരു 4 വല്യുള്ളി കിട്ടീന്. അപ്പം അമ്മ അതാ അവിടെ വിറകൊക്കെ റെഡിയാക്കി വെക്കണം, വൈകുന്നേരത്തിനുള്ള വിറക്. അപ്പോൾ 4 വല്യുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, 4 വല്യുള്ളിയെങ്കിൽ 4 വല്യുള്ളി അതിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്തിനാ അറിയാം, ഉള്ളിവട ഉണ്ടാക്കാൻ. ഉള്ളിവടയ്ക്ക് ഇതാ 4 വല്യുള്ളിയും പച്ചമുളകും ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കറിവേപ്പിലൊക്കെ എടുത്താണ്ട് ഞാൻ അരിഞ്ഞെടുക്കാണ്ട്. കറിവേപ്പില ചതക്കണമൊന്നുമില്ല, കറിവേപ്പിലല്ല ഇഞ്ചി ചതക്കണമൊന്നുമില്ല, ചെറുതാക്കി അരിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിവട ഞാനിതാ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണത്. എല്ലാവരും ഒരേപോലെ ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ തന്നെ ആവും. എന്നാലും ഞാൻ പറഞ്ഞാൽ ഇതാ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. അതൊന്ന് നോക്കി എല്ലാവർക്കും ഇഷ്ടാവോ അറിയില്ല, ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എന്താ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിൽ തന്നെ നിന്നാണ്ട് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കാണ്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. വാട്ടണമൊന്നുമില്ല കേട്ടോ, തീ കത്തിച്ചാണ്ടല്ല, ഉപ്പിട്ടാണ്ട് ഒന്ന്
വെള്ളമൊക്കെ ഒന്ന് ഉള്ളിനീരുണ്ടല്ലോ അതൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഉള്ളി നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു ഇത്തിരി ടേസ്റ്റ് നിന്നോട്ടെ വിചാരിച്ചാണ്ട് ഒരു ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടണം കേട്ടോ. ചിക്കൻ മസാല എല്ലാവർക്കും ഇഷ്ടമായിക്കോണമെന്നുണ്ടാവില്ല. എന്തായാലും എനിക്ക് അത് ഉണ്ടാക്കി തിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. ചിക്കൻ മസാല ഈ കൊക്കവട ഒക്കെ ഉണ്ടാക്കുമല്ലോ, പക്കവട ഒക്കെ പറയും, അങ്ങനെ ഉണ്ടാക്കണേ കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിക്ക് കുറച്ചിട്ട് എന്നുള്ളൂ ഈ ഉള്ളിവട ഉണ്ടാക്കിയപ്പോൾ. പിന്നെ ഞാൻ മൈദേനോണ്ടല്ല കേട്ടോ ഉണ്ടാക്കണത്, ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ആട്ടപ്പൊടി, അതിനോടാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോതമ്പ് പൊടിയല്ല മൈദ. അമ്മ പറഞ്ഞു ഇവിടെ ഇല്ല കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതെങ്കിൽ ഇത് പറഞ്ഞു. പിന്നെ അല്ല വെച്ചാൽ കടലമാവൊക്കെ വേണമായിരുന്നു, അതായാലും രസമാണ്. ഗോതമ്പ് പൊടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും തൽക്കാലം ഒരു 4 മണി ചായക്കുള്ള കടിക്കല്ലേ, അപ്പോൾ ഇത് മതിയെന്നും കരുതി. അങ്ങനെതാ ഞാനിതൊന്ന് കൈകൊണ്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിത്തരാം. ഇത് കയ്യിലെടുത്ത് കുഴച്ചാലൊന്നും ആവില്ല, കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് റെഡിയായിട്ട് നമുക്ക് നോക്കാം. അച്ഛന് മഴ ആകുമ്പോൾ ജനവാതിൽ പിന്നെ വെച്ചിട്ടില്ല, ഇങ്ങനെ ഷീറ്റ് വെച്ചേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജനവാതിൽ വെച്ചിട്ടില്ല, ഷീറ്റ് അങ്ങനെ വെച്ചേക്കാണ്. അത് അച്ഛൻ നേരത്തെ തുറക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ചാറ്റൽ മഴ ചെയ്തപ്പോൾ വേണ്ടായിരുന്നു. അത് മഴ ഇല്ലെങ്കിൽ കുറച്ച് ഭാഗം തുറന്നിടും കേട്ടോ, മഴയാണെങ്കിൽ തുറന്നിടൂല. തണുപ്പ് ഇങ്ങനെ അകത്തേക്ക് ചെന്നിട്ടേ കൈയും കാലൊക്കെ വേദന തുടങ്ങും. ഞങ്ങളിപ്പോൾ പോണത് വളച്ചെട്ടി പറഞ്ഞ തൊടിയിക്കാണ്. അപ്പോൾ അതിക്ക് എന്തിനാണ് പോകണറിയാം, നമുക്ക് പിന്നെ വാഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു വാഴൻ്റെ ഇല കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ചെറുത് കേട്ടോ, അവൻ കണ്ടോല തൊടിയിക്ക്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ചെറിയ ഇല, അത് ഒരു വാഴൻ്റെ ഇല അല്ലേ, അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ എന്തായാലും വാഴൻ്റെ ഇല നിർബന്ധം. അപ്പോൾ ഞാൻ വിഷ്ണുവാണ് പോണത്, സൂര്യമോൾ ഉറങ്ങുകയാണ്. അങ്ങനെതാ ഇത് പുഴയ്ക്ക് പോണ വഴിയെന്നു കേട്ടോ. പണ്ട് ഇതിലൊന്നല്ല പോയെന്ന്, പണ്ട് കുറേ അപ്പുറത്ത് റോട്ട് കൂടെ ഒന്ന് പോയെന്ന്. അപ്പോൾ ഇതിലങ്ങനെ പോക്ക്. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഇതിന് ഞാൻ കുഴങ്ങി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഞാൻ നോക്കട്ടെ, ചെറിയൊരു വാഴൻ്റെ ഇല കിട്ടിയാൽ തെറ്റില്ലായിരുന്നു. അപ്പം ഇങ്ങനെ നോക്കി നോക്കട്ടെ കേട്ടോ. ഇന്ന് വെയിൽ തന്നെ വന്നിട്ടില്ല, ഇങ്ങോട്ട് തീരെ വെയിൽ കിട്ടൂല. ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് റബ്ബർ തോട്ടമൊക്കെ ഉള്ളതുകൊണ്ടേ മൂടി കെട്ടി അങ്ങനെ നിൽക്കും. അപ്പോൾ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വാഴൻ്റെ ഇല കിട്ടി. വിഷ്ണു ഇതേപോലെ ഒരു വാഴൻ്റെ ഇല മുഴുവനായിട്ട് ഞാൻ വെട്ടി. അപ്പോൾ വിഷ്ണു പറയാം അങ്ങനെ വെട്ടാൻ പാടില്ല അമ്മ, അങ്ങനെ വെട്ടണ്ടായിരുന്നു. അങ്ങനെ വെട്ടിയാൽ എന്തോ ഓൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും 3 ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാ ചോദിച്ചാൽ ഞാനൊക്കെ പറഞ്ഞത്. വാ വിഷ്ണു, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം ഇവിടെ വെള്ളമില്ലേന്ന്, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ വെള്ളം വന്നിട്ടോ. അപ്പോൾ 2 പൈപ്പുണ്ട്, അതിൽ വെള്ളം വന്നിട്ട് 2ൽ വെള്ളം വന്നാണ്. അപ്പോൾ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. രാവിലെ വന്നു, വൈകുന്നേരം ഇതാ അപ്പോഴും വെള്ളം വന്നു. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. വെള്ളമില്ലെങ്കിൽ വല്ലാത്ത അവസ്ഥ തന്നെയാണോ. ആദ്യമൊക്കെ ഈ റബ്ബർ തോട്ടത്തിൽ പച്ച കൊമ്പ് ചാടിയാലൊക്കെ എടുക്കുകയെന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഷോർട്ടറാക്കിയോണ്ടേ ഇപ്പോൾ എന്തോ വിറ്റൊക്കെ ഇനി തോട്ടം എന്താവോ. ഇനി റബ്ബർ മുറിക്കാൻ ആൾക്കാർ വരും. അപ്പം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മുതലാളിമാർ വിറകെടുത്തുകൊണ്ട് ആ സമയത്ത് കേട്ടോ, അല്ലാതെ അമ്മ പോയി വെട്ടലുണ്ട്. അപ്പം അന്നൊക്കെ അമ്മനോട് വെട്ടിക്കൊണ്ട് ഇറങ്ങിയിരുന്നു. ഇപ്പം ഇനി ആൾക്കാർ മുറിക്കാൻ വരും, അപ്പം എടുക്കാനാണ് പറഞ്ഞത്. എന്നാലും അമ്മക്കിപ്പോൾ വിറകുണ്ട് കേട്ടോ. ആദ്യമൊക്കെ പറഞ്ഞാൽ വിറകില്ലേന്ന്. ഇപ്പോൾ വിറകില്ലാത്ത സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ കഴിഞ്ഞില്ല. കാരണം അവിടെ വിറകില്ലാത്തതുകൊണ്ട് കുറച്ച് വിറക് ഞങ്ങൾക്ക് അങ്ങനെ തോട്ടത്തിൽ കൂടെ ഒക്കെ പോയി കിട്ടി, അങ്ങനെ കൊണ്ടുവന്ന വിറക്. പിന്നെ ഇളയൂരിന്ന് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ അനിയത്തിയാളുണ്ടായിരുന്നു, കുറച്ച് വിറക് കൊണ്ടുവന്ന് കൊടുത്തു. അത് ഷീറ്റും കൊണ്ട് പിന്നെ വിറക് ഇങ്ങോട്ട് കൊണ്ടുവന്ന ദിവസം തന്നെ ഓല് വരുന്നുണ്ട്.
അമ്മേൻ്റെ അനിയത്തി, രണ്ടനിയത്തികൾ ഓല തന്നെ പിന്നെ ആ വിറകൊക്കെ അട്ടി വെച്ചു. ആ വിറകട്ടിയാണ് ഈ നേരെ കാണുന്ന വിറകട്ടി കേട്ടോ. അങ്ങനെ കുറച്ച് വിറകൊക്കെ കിട്ടി. പിന്നെ ചകിരിയൊക്കെ ഉണ്ട്. ഈ ടാങ്കൊക്കെ വെള്ളമാക്കാനായിട്ടില്ല. അത് താട്ടന് ഒട്ടിച്ചാണ് പറഞ്ഞില്ലേ. ഇതേന്ന് കേട്ടോ ഒട്ടിച്ചത്. ചായ ആയിട്ടില്ല. ചായ വെക്കണ്ടോ? വാട്ടർ പ്രൂഫൊക്കെ ആക്കി ഒട്ടിച്ചു. അതാണിട്ടത്. ഞാൻ അടുക്കളയ്ക്ക് പോയി നമ്മളെ ബാക്കി പണികളൊക്കെ നോക്കട്ടെ. അപ്പം എന്താ പണിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ പണി. നമ്മ കത്തിക്കാൻ ചകിരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിന്. വിറക് ഞാൻ ആട്ടപ്പൊടിനോട് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ കുഴച്ച് ഇനി സെറ്റാക്കി വെച്ച് കാട്ടി തരാം. വെള്ളം നല്ല സ്പീഡില്ലമ്മ. അതിൻ്റെ ഇടയിൽ ഞാൻ അടപ്പിൽ തീയൊക്കെ കത്തിച്ചു കൊടുത്തു കേട്ടോ. വിളക്ക് ഊതി വെച്ചിട്ടൊന്നുമില്ല. വിളക്ക് ഊതിയൊക്കെ ഇനി നമുക്ക് ഈ ചീനച്ചട്ടിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും ഉണ്ടാക്കണ പോലെ അതേ സ്റ്റൈലിലൊന്നും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. 4 മണി ചായക്കൊരു കടി, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു ഉള്ളിവടേൻ്റെ പരിവന്നായി കിട്ടണമൊന്നുമില്ല. അപ്പോൾ ഈ വീതൽമ കൂടെ ഒക്കെ വെണ്ണീര് പാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എഴുതി വേഗം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ വാഴൻ്റെ ഇലയൊക്കെ എന്തിനാണ് പോയതറിയോ? ഉള്ളിവടൻ്റെ മാവ് ഇതേപോലെ പരത്തിയേക്കാൻ. അപ്പോൾ ഇതേപോലെ ഞാൻ എന്തിനു പരത്തി വെച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ പരത്തി വെച്ചു. അപ്പോൾ ഉള്ളിവടൻ്റെ ഷേപ്പൊന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും പറയണില്ല, ഒരു 4 മണി ചായൻ്റെ കടി ഉള്ളിവട, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ അതിക്ക് ഒന്നിട്ട് കൊടുക്കട്ടെ. ഉള്ളിവടേൻ്റെ അതേ രൂപഭാവങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും സംഗതി ഉള്ളിവട ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓരോന്ന് ചുട്ടെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇത് ചുടുന്നതായിട്ട് ഒരുപാട് വീഡിയോ ഞങ്ങൾ കാണിക്കണമില്ല. ഇത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ചായ കൊടുക്കാൻ, അച്ഛനും ചായ കൊടുക്കാൻ. അച്ഛൻ അമ്മനോട് പണ്ടേ പറയണ ഒരു കാര്യമാണ്, വൈകുന്നേരം 4 മണി ചായക്ക് വല്ല കടിയും കിട്ടണമെങ്കിൽ എൻ്റെ മകൾ ഇങ്ങോട്ട് വരണമെന്ന്. അമ്മ ബ്രെഡോ ബേക്കറി എന്തെങ്കിലുമൊക്കെ രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കേണ്ടൊക്കെ അച്ഛന് കൊടുക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ഛന് കൊടുക്കും. എന്നാലും അച്ഛൻ അങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. അമ്മ മുറ്റടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വളക്കാട്ടാൻ നിൽക്കും കേട്ടോ. അങ്ങനെ വിഷ്ണുവിനുള്ള ചായ ഞാൻ കൊണ്ടു കൊടുക്കണ്ടേ. അച്ഛനുണ്ട് അവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ നീക്കി, ഞാൻ ചായ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അച്ഛനും എണീറ്റ് ഇരിക്കുന്നുണ്ട്. സൂര്യമോൾക്ക് ചായ കൊടുത്തു. ഓളവിടെ ചായ കുടിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ വിഷ്ണുവിനുള്ള ചായ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനുള്ള ചായ കൊണ്ടിട്ട് കേട്ടോ. എന്തായാലും സംഗതി ഉള്ളിവട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കുട്ടികളും പറഞ്ഞു, അച്ഛനും പറഞ്ഞു. അതുകൊണ്ട് അമ്മക്കൊരാശ്വാസമുണ്ട്, ഇന്നെ സങ്കടപ്പെടുത്താനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.